ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ സോൾമേറ്റ്സ് പ്രിയ സുധീഷ്. നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? ഞാൻ ഫസ്റ്റ് ടൈമാണേ സാൻഡ്വിച്ച് മേക്കർ ഉപയോഗിച്ചിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത്. അങ്ങനെ ബ്രെഡ് യൂസ് ചെയ്തിട്ടാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ഇത് ബ്രെഡ് എന്നും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതല്ല കേട്ടോ. പക്ഷെ ഈ സാലഡ്സ് ഒക്കെ ഹെൽത്തിന് നല്ലതാണ്. ജസ്റ്റ് വല്ലപ്പോഴും ഒക്കെ കുട്ടികൾക്കൊന്ന് കഴിക്കണമെന്ന് തോന്നിയാല് നമുക്ക് റെഡിയാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ പറയില്ല കേട്ടോ ഇത് കഴിക്കണമെന്ന്. വല്ലപ്പോഴും ഒരു ദിവസം ഓക്കെ അവരാവശ്യപ്പെട്ടാല് നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ ബ്രെഡ് വാങ്ങി കുറച്ച് സാലഡ്സ് ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ചീസ് ഇടുന്നുണ്ടേ. ചീസ് അടിപൊളിയാ കേട്ടോ. ചീസ് ഇട്ടാല് നല്ല ടേസ്റ്റി ആയിരിക്കും. അങ്ങനെ കുറച്ച് ചീസൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നമുക്ക് ഇതിനകത്ത് ഒരു ടൈമില് 2 എണ്ണം റെഡിയാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ എഗ്ഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എഗ്ഗ് ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് ഈ സാൻഡ്വിച്ച് മേക്കറിനകത്ത് ഇത് പൊട്ടിച്ചൊഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. എനിക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നു ഇത് എങ്ങനെ റെഡിയാക്കുന്നതെന്നൊന്നും. പക്ഷെ ഞാൻ ഇത് പാടുപെട്ട് എഗ്ഗൊക്കെ പൊരിച്ച് അതിനകത്ത് എടുത്ത് വെച്ച് എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളിത് ഓക്കെ ഇത് ഇതിനകത്താക്കി വെച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്യുവാ ചെയ്യുന്നത്. ക്ലോസ് ചെയ്ത് അപ്പൊ ആദ്യം അതിനകത്തൊരു റെഡ് ലൈറ്റ് ആയിരിക്കും കത്തിക്കിടക്കുന്നത്. ഇത് റെഡി ആകുമ്പോൾ അതിനകത്ത് ഗ്രീൻ ലൈറ്റ് കത്തും. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് വെച്ച് അത് ചെന്ന് ഓപ്പൺ ചെയ്ത് തുറന്നു നോക്കി. അപ്പൊ അത് റെഡി ആയിട്ടില്ല. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് ഗീയൊക്കെ പുരട്ടി കൊടുത്തു കേട്ടോ. അതിനകത്ത് പുരട്ടുക ചെയ്യണ്ടെന്ന പിന്നെ ഞാൻ പുരട്ടാതെ തിരിച്ച് അത് കട്ടിയായിട്ടിരുന്നത് കൊണ്ട് അതെടുത്ത് ഇങ്ങിട്ട് കൊടുത്തു. അപ്പം അത് കണ്ട അപ്പോഴും തന്നെ റെഡിയായി. അപ്പൊ ഓക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് സാൻഡ്വിച്ച് കിട്ടിയിട്ടുണ്ടേ. അടിപൊളി, കാണാൻ തന്നെ നല്ല ലുക്കായിരുന്നു സാൻഡ്വിച്ച്. അടിപൊളിയായിരുന്നു, കാണാനും ലുക്കായിരുന്നു, കഴിക്കാനും ടേസ്റ്റ് ആയിരുന്നു. ഒരു ടൈമിൽ നമുക്ക് 2 എണ്ണം വെച്ച് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. രണ്ടുപേർക്കും ഇവർക്ക് ഇങ്ങനെയൊക്കെയുള്ളത് കഴിക്കാനാണ് ഇഷ്ടം. പക്ഷെ നമുക്ക് എന്നും ഇത് കൊടുക്കാൻ പറ്റില്ലല്ലോ.